ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ പ്രാവശ്യം നാം ചിന്തിച്ചത് നോഹയുടെ കാലത്ത് ജലപ്രളയത്തിന് ശേഷമുണ്ടായ മഴവില്ലിനെക്കുറിച്ചാണ്. എന്നാൽ വേദപുസ്തകത്തിൽ 3 സ്ഥലങ്ങളിൽ മഴവില്ല് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് അന്ന് സൂചിപ്പിച്ചത് നിങ്ങൾ ഓർക്കുമായിരിക്കും. 3 സ്ഥലങ്ങളിൽ. ഒന്നാമത്തേത് നോഹയുടെ കാലത്ത് ജലപ്രളയത്തിന് ശേഷമുണ്ടായ മഴവില്ലാണ്. എന്ന് രണ്ടാമത്തേത് യെഹെസ്കേൽ പ്രവചനം 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. 1-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യം നമുക്കെടുക്കാം. അതിൻ്റെ ചുറ്റുമുള്ള പ്രകാശം മഴയുള്ള ദിവസത്തിൽ മേഘത്തിൽ കാണുന്ന വില്ലിൻ്റെ കാഴ്ച പോലെയായിരുന്നു. യഹോവയുടെ മഹത്വത്തിൻ്റെ പ്രത്യക്ഷത ഇങ്ങനെയായിരുന്നു കണ്ടത്. യഹോവയുടെ മഹത്വത്തിൻ്റെ പ്രത്യക്ഷത മഴവില്ല് പോലെയാണ് കണ്ടത്. യഹോവയുടെ മഹത്വത്തിൻ്റെ പ്രത്യക്ഷത. യെഹെസ്കേൽ ആത്മാവിൽ ദർശനങ്ങൾ ദർശിക്കുകയാണ്. യെഹെസ്കേലിൻ്റെ മേൽ ദൈവത്തിൻ്റെ കരം വന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ കരം വന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നു. യെഹെസ്കേൽ പ്രവാചകനായിരുന്നു, യെഹെസ്കേൽ പുരോഹിതനുമായിരുന്നു. യെഹെസ്കേൽ പ്രവാചകൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ജാഗരിച്ചിരിക്കുമ്പോൾ യഹോവയുടെ കൈ യെഹെസ്കേലിൻ്റെ മേൽ വന്നു. നാം അങ്ങനെയാണ് 1-ാം വാക്യത്തിൽ വായിക്കുന്നത്. നമുക്ക് വായിക്കാം. 1-ാം അധ്യായം 1-ാം വാക്യം. 30-ാം ആണ്ട് 4-ാം മാസം 5-ാം തീയതി ഞാൻ കെബാർ നദീതീരത്ത് പ്രവാസികളുടെ ഇടയിൽ ഇരിക്കുമ്പോൾ സ്വർഗം തുറന്നു, ഞാൻ ദിവ്യ ദർശനങ്ങളെ കണ്ടു. സ്വർഗം തുറന്നു, ദിവ്യ ദർശനങ്ങളെ കണ്ടു. യെഹെസ്കേൽ ദിവ്യ ദർശനങ്ങളെ കാണുകയാണ്. സ്വർഗീയ രഹസ്യങ്ങൾ കാണുകയാണ്. സ്വർഗീയ രഹസ്യങ്ങൾ ദർശിക്കുകയാണ്. ദിവ്യ ദർശനങ്ങളെ കണ്ടു. സ്വർഗം തുറന്നു, ദിവ്യ ദർശനങ്ങളെ കണ്ടു. 3-ാം വാക്യം. കൽദയ ദേശത്ത് കെബാർ നദീതീരത്ത് വെച്ച് ബൂസിയുടെ മകൻ യെഹെസ്കേൽ പുരോഹിതന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. യഹോവയുടെ അരുളപ്പാട് യെഹെസ്കേലിനുണ്ടായി. അവിടെ യഹോവയുടെ കൈയും അവൻ്റെ മേൽ വന്നു. യഹോവയുടെ കൈ അവൻ്റെ മേൽ വന്നു. യഹോവയുടെ ആത്മാവ് യെഹെസ്കേലിൻ്റെ മേൽ വന്നു. ദൈവത്തിൻ്റെ കൈ വന്നു, ദൈവത്തിൻ്റെ ആത്മാവ് വന്നു. തിരുവചനം വായിക്കുമ്പോൾ ചില സ്ഥലങ്ങളിൽ ദൈവത്തിൻ്റെ കൈ വന്നു എന്ന് നാം വായിക്കും. ചില സ്ഥലത്ത് യഹോവയുടെ ആത്മാവ് വന്നു എന്ന് വായിക്കും. ദാവീദിൻ്റെ മേലെ യഹോവയുടെ ആത്മാവ് ശക്തിയോടെ വന്നു. ശൗലിൻ്റെ മേലെ യഹോവയുടെ ആത്മാവ് ശക്തിയോടെ വന്നു. ശിംശോൻ്റെ മേലെ യഹോവയുടെ ആത്മാവ് ശക്തിയോടെ വന്നു നാം വായിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയോടെ വരുന്നു. പരിശുദ്ധാത്മാവ്, തേജോമയനായ ദൈവീകാത്മാവ് മനുഷ്യൻ്റെ മേൽ വരികയാണ്. സ്നേഹിതരെ, നാം ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വരും. നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കൂ, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ മേൽ വരും. കൊർന്നേലിയോസിൻ്റെ ഭവനത്തിൽ ഒരിക്കൽ അപ്പോസ്തലനായ പത്രോസ് ചെന്നു. ദൈവിക നിർദ്ദേശപ്രകാരമാണ് പോയത്. ദൈവത്തിൻ്റെ നടത്തിപ്പിൻ പ്രകാരമാണ് പത്രോസ് അവിടെ ചെന്നത്. വ്യക്തമായ ദൈവിക നടത്തിപ്പുണ്ടായിരുന്നു. പത്രോസ് അവിടെ ചെന്നപ്പോൾ അവിടെ അനേകം പേര് കൂടിയിരിക്കുകയാണ്. കൊർന്നേലിയോസ് ഒരു ശതാധിപനാണ്, ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ്, പട്ടാളത്തിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ. അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ കുറേയേറെ ആളുകൾ കൂടിയിട്ടുണ്ട്. അവരെല്ലാവരും ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ ആർത്തിക്കൊണ്ടിരിക്കുകയാണ്. പത്രോസ് വന്നപ്പോൾ കൊർന്നേലിയോസ് എന്ന് പത്രോസിൻ്റെ കാൽക്കലങ്ങ് വീണു. പറഞ്ഞു, നീ വന്നത് ഉപകാരം, നീ വന്നത് ഉപകാരം. കർത്താവ് നിന്നോട് കൽപ്പിച്ചതൊക്കെയും കേൾപ്പാൻ തക്കവണ്ണം ഞങ്ങളെല്ലാവരും ഇവിടെ ദൈവസന്നിധിയിൽ കൂടിയിരിക്കുകയാകുന്നു. നീ വന്നത് ഉപകാരം, കർത്താവ് നിന്നോട് കൽപ്പിച്ചതൊക്കെയും കേൾപ്പാൻ തക്കവണ്ണം ഞങ്ങളെല്ലാവരും ഇവിടെ യഹോവയുടെ സന്നിധിയിൽ, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ വന്നിരിക്കുകയാകുന്നു. നമുക്ക് വാക്യം വായിച്ച് കേൾക്കാം. നീ വന്നത് ഉപകാരം, കർത്താവ് നിന്നോട് കൽപ്പിച്ചതൊക്കെയും കേൾപ്പാൻ ഞങ്ങൾ എല്ലാവരും ഇവിടെ ദൈവത്തിന് മുമ്പാകെ കൂടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞങ്ങൾ എല്ലാവരും ദൈവത്തിന് മുമ്പാകെ കൂടിയിരിക്കുകയാണ്. കൊർന്നേലിയോസിൻ്റെ വീട്ടിലാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഞങ്ങളെല്ലാം ദൈവത്തിന് മുമ്പാകെ കൂടിയിരിക്കുന്നു, ദൈവത്തിൻ്റെ മുൻപാകെ കൂടിയിരിക്കുന്നു. എന്തിനാണ്? കർത്താവ് നിന്നോട് ചിലത് കൽപ്പിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. നിന്നോട് ദൈവം ചില അരുളപ്പാടുകൾ കൽപ്പിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. അത് കേൾപ്പാൻ തക്കവണ്ണം, അതെല്ലാം ഗ്രഹിപ്പാൻ തക്കവണ്ണം ഞങ്ങളിവിടെ വിനയത്തോടിരിക്കുകയാണ്. വായിച്ചു വരുമ്പോൾ അതിൻ്റെ നെക്സ്റ്റ് പാരഗ്രാഫ് വായിക്കുമ്പോൾ കാണാം, പത്രോസ് സംസാരിച്ചു തുടങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. വായിക്കാം. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ
വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. പത്രോസ് പ്രസംഗിക്കുന്നു, പക്ഷേ അവിടെ എന്താണ് ഉണ്ടായത്? വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. ദൈവത്തിൻ്റെ വ്യക്തമായ നിർദ്ദേശമനുസരിച്ചും നടത്തിപ്പനുസരിച്ചും പത്രോസ് അവിടെ ചെന്നു. പത്രോസ് സംസാരിക്കുമ്പോൾ ആ വീട്ടിൽ തടിച്ചുകൂടിയിരുന്ന ജനം എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ കൈ വന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നു. ദൈവത്തിൻ്റെ കൈ വന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നു. വചനം കേട്ട് എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നു. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരും. നാം വചനം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുമെങ്കിൽ, വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് ഒഴുകി വരുന്നത് നാം ഊറ്റി ഊറ്റി കുടിച്ചുകൊണ്ടിരിക്കുമെങ്കിൽ, ആസ്വാദ്യമായ വചനം, രുചികരമായ വചനം, അനുഗ്രഹീതമായ വചനം നാം ശ്രദ്ധയോടെ സ്വീകരിച്ചു കൊണ്ടിരിക്കുമെങ്കിൽ നമ്മുടെ മേൽ പരിശുദ്ധാത്മാവ് വരും. ദൈവത്തിൻ്റെ കൈ നമ്മുടെ മേൽ വരും. യെഹെസ്കേലിൻ്റെ മേൽ ദൈവത്തിൻ്റെ കൈ വന്നു, പരിശുദ്ധാത്മാവ് വന്നു. യെഹെസ്കേൽ ദിവ്യദർശനങ്ങളെ കണ്ടു. ദിവ്യദർശനങ്ങളെ കണ്ടപ്പോൾ 4-ാം വാക്യത്തിൽ കാണാം, അപ്പോൾ എന്താണ് ഉണ്ടായത്? 3 കാര്യം കണ്ടു. ഞാൻ നോക്കിയപ്പോൾ വടക്ക് നിന്ന് ഒരു കൊടുങ്കാറ്റും വലിയൊരു മേഘവും പാളിക്കത്തുന്ന തീയും വരുന്നത് കണ്ടു. ദർശനം 3 വലിയൊരു കൊടുങ്കാറ്റിൻ്റെ ദർശനത്തിൽ കാണും. വലിയൊരു കൊടുങ്കാറ്റ് ഊതുന്നു, വലിയൊരു കൊടുങ്കാറ്റ്. പിന്നെ എന്താണ്? വലിയൊരു കൊടുങ്കാറ്റും, വീണ്ടും വലിയൊരു മേഘവും, വീണ്ടും പാളി കത്തുന്ന വലിയ ഒരു തീയും വരുന്നത് കണ്ടു. കൊടുങ്കാറ്റ് കണ്ടു, മേഘം കണ്ടു, തീ കണ്ടു. ദൈവത്തിന് സ്തോത്രം. കൊടുങ്കാറ്റ് ജീവിതത്തിലടിക്കുന്ന കൊടുങ്കാറ്റുകളാണ്. കൊടുങ്കാറ്റുകൾ കഴിഞ്ഞ പ്രാവശ്യം ചിലത് പറഞ്ഞല്ലോ. ജീവിതത്തിൽ കൊടുങ്കാറ്റടിക്കും. കൊടുങ്കാറ്റടിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പ്രത്യാശ ചിലപ്പോൾ നശിക്കും. വലിയ കൊടുങ്കാറ്റ് ആഞ്ഞു വീശുമ്പോൾ നമ്മുടെ ശക്തി ക്ഷയിക്കും. അയ്യോ, എനിക്കെന്താണ് ഇങ്ങനെ വന്നത്? നാം അമ്പരപ്പിലായി പോകും. അതാണ് മേഘം. കരിനിഴൽ വീശും. സൂര്യപ്രകാശം നേരിട്ട് കിട്ടുന്നില്ല. പെട്ടെന്ന് തണൽ വിരിക്കും, പെട്ടെന്ന് കരിനിഴൽ വീശും. മേഘാവൃതമായ ആകാശത്ത് നിന്ന് വെളിച്ചം വേണ്ടതുപോലെ ഭൂമിയിലേക്ക് വരാത്തതുപോലെ, കരിനീലാകാശത്തിൽ നിന്ന് വെളിച്ചം വരാതെ ഇരുളിലായതുപോലെ നാം ഇരിക്കുന്ന സ്ഥിതി, അത് ആത്മീയ ജീവിതത്തിലും വരാം. ചിലപ്പോഴെല്ലാം കരിനിഴൽ വീശും. ചിലപ്പോൾ വെളിച്ചം കാണുകയില്ല, വെളിച്ചം കിട്ടുകയില്ല, പ്രകാശം കിട്ടുകയില്ല. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ പ്രാർത്ഥന അങ്ങോട്ട് ഉയരുന്നതുപോലെ തോന്നുന്നില്ല. ദൈവ സാന്നിധ്യം കിട്ടുന്നില്ല. എന്തു പറ്റി? പ്രകാശം കിട്ടുന്നില്ല, ദൈവ സാന്നിധ്യം കിട്ടുന്നില്ല. എൻ്റെ ദൈവമേ, വരൾച്ച വരുന്നു, വരണ്ടു പോകുന്നു, എൻ്റെ ഹൃദയം ഉണങ്ങിയിരിക്കുന്നു. എന്താണ് എനിക്ക് പറ്റിയത്? കൊടുങ്കാറ്റ് ഊതി, കൊടുങ്കാറ്റിലെ യാതനകൾ വന്നു. യാതനകളും വേദനകളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്ന് ജീവിതത്തിൽ ആഞ്ഞടിച്ചു. കടം വന്ന് പെരുകി, രോഗം വന്ന് ആക്രമിച്ചു. ഏറ്റവും പ്രിയപ്പെട്ടൊരു ശത്രുക്കളായി മാറി, സഹായികളായിരുന്നൊരു ഉപദ്രവികളായി മാറി. ഒരിക്കലും നനച്ചിരിയാത്ത ആപത്തുകൾ വന്നു. ഏറ്റവും പ്രിയപ്പെട്ടവർ പെട്ടെന്ന് കടന്നുപോയി. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അത്യാഹിതങ്ങൾ വന്നു. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ അടിക്കടി ദുരിതങ്ങളും ആപത്തുകളും വേദനകളും കൊടുമ്പിരിക്കൊണ്ട പ്രതിസന്ധികളുമായി മനസ്സ് ഉഴലുന്ന സമയങ്ങളിൽ, അപ്പോൾ കരിനീല മേഘമാകാശത്ത് വന്ന് നിറയുന്നതും നമ്മുടെ ജീവിതത്തിൽ കരിനിഴൽ വീശുന്നതും നാം അനുഭവിക്കും. മുകളിലേക്ക് നോക്കിയാൽ സൂര്യനെ കാണാനില്ല, പ്രകാശം കാണാനില്ല. അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായത്തിൽ അവിടെ പറയുന്നുണ്ട്, 14 ദിവസം വെളിച്ചം കാണുന്നില്ല, സൂര്യനെയും കാണുന്നില്ല. കപ്പലിലാണ് 276 പേരുണ്ട്. 276 പേരുള്ളൊരു കപ്പൽ, 14 ദിവസം. എന്തൊരു കെടുതിയാണ്! 14 ദിവസത്തേക്ക് സൂര്യനെയും ചന്ദ്രനെയും കാണും. രാത്രി നോക്കിയാൽ ചന്ദ്രനും ഇല്ല, നക്ഷത്രങ്ങളും ഇല്ല. പകൽ നോക്കിയാൽ സൂര്യനും ഇല്ല. എന്തു പറ്റി? മുഴുവൻ മഴക്കാർ കൊണ്ട് ആകാശം മൂടിയിരിക്കുന്നു. നടുക്കടലിലൂടെ കപ്പലിങ്ങനെ പോവുകയാണ്. ഇടയ്ക്കിതാ ഒരു കൊടുങ്കാറ്റ്, ഈശാനമൂലൻ എന്ന് പറഞ്ഞ കൊടുങ്കാറ്റ് അടിക്കുന്നു. കുറെ കഴിഞ്ഞിട്ട് അതിന് വിരോധമായി ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റ് അടിച്ചു. ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റ് അടിച്ചു. കപ്പലങ്ങ് പാറിപ്പോയി എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. കപ്പലങ്ങ് പാറിപ്പോയി. ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റ് അടിച്ചു. കപ്പൽ കാറ്റിന് നേരെ നിൽപ്പാൻ കഴിയാതെ വണ്ണം കുടുങ്ങുകയാൽ ഞങ്ങൾ കൈവിട്ട് അങ്ങനെ പാറിപ്പോയി. കപ്പലങ്ങ് ഒഴുകുകയാണ്, അങ്ങ് പാറിപ്പാറി പോവുകയാണ്. നടുക്കടലിൽ മരണത്തെ മുഖാമുഖം കാണുകയാണ്. എന്തു വേണ്ടു? കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുന്നു, മഴക്കാർ മൂടിയിരിക്കുന്നു, ആകാശം അങ്ങ് ഇരുണ്ടിരിക്കുന്നു, പ്രകൃതി ആകെ ഇരുണ്ടിരിക്കുന്നു.
തിമിർത്ത് പെയ്യുന്ന മഴ, ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റ്, വലഞ്ഞുപോയി. 276 പേരും ഒന്നും കഴിക്കുന്നില്ല. ആഹാരമുണ്ട്, പക്ഷെ കഴിക്കാൻ തോന്നുന്നില്ല. എന്തിനു കഴിക്കണം? ഇവിടെ ചാകാൻ പോവുകയല്ലേ, മരിക്കാൻ പോവുകയല്ലേ, തീരുകയല്ലേ, എന്തിനാഹാരം കഴിക്കണം? നിരാശയിലങ്ങ് ആണ്ടുപോയി, നിരാശയിൽ താഴ്ന്നുപോയി. വായിക്കുന്ന അങ്ങനെയാണ് 27-ാം അധ്യായത്തിൽ അവർ പാറിപ്പോയി എന്നാണ് പറയുന്നത്. അങ്ങ് പാറി അങ്ങ് തെന്നിപ്പോയി. അടുത്ത വാക്യം, ക്ലൗദ എന്ന ചെറിയ ദ്വീപിന്റെ മറപറ്റി ഓടിയിട്ട് പ്രയാസത്തോടെ തോണി കൈവശമാക്കി. അത് വലിച്ചു കയറ്റിയിട്ട് അവർ കപ്പൽ ചുറ്റിക്കെട്ടിയും മറ്റും ഉറപ്പുവരുത്തി. പിന്നെ മണത്തിട്ടമേൽ അകപ്പെടുമെന്ന് പേടിച്ച് പായി ഇറക്കി അങ്ങനെ പാറിപ്പോയി. ഇങ്ങനെ പാറി പോവുകയാണ്. അടുത്ത വാക്യം, ഞങ്ങൾ കൊടുങ്കാറ്റിനാൽ അത്യന്തം അലയുകൊണ്ട്. 27-ാം അധ്യായം 18-ാം വാക്യം, ഞങ്ങൾ കൊടുങ്കാറ്റിനാൽ അത്യന്തം അലയുക കൊണ്ട്. പിറ്റേന്ന് അവർ ചരക്ക് പുറത്തു കളഞ്ഞു. പിറ്റേന്ന് ചരക്കെല്ലാം പുറത്തു കളഞ്ഞു, ഉള്ളത് എല്ലാം പുറത്തേക്ക് എറിഞ്ഞു കളഞ്ഞു. 3-ാം നാൾ അവർ സ്വന്തം കൈയാൽ കപ്പൽ കോപ്പും കടലിലിട്ട് കളഞ്ഞു. കപ്പൽ എങ്ങനെയെങ്കിലും നയിച്ചുകൊണ്ട് പോകാനുള്ള കപ്പൽ കോപ്പുകളെല്ലാം അതെല്ലാം കടലിലേക്ക് എറിഞ്ഞു കളഞ്ഞു. വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ടിരിക്കിയാൽ ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെയും അറ്റുപോയി. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെയും അറ്റുപോയി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദയവായിട്ടൊന്ന് ചിന്തിക്കൂ. അത്രയും കടുത്ത നിരാശയിലായവരാരെങ്കിലും ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടോ? രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെയും അറ്റുപോയി. ഇനി ആത്മഹത്യ അല്ലാതെ വേറെ പോകാൻ വഴിയില്ല. ഈ കടം ആര് കൊടുത്തു തീർക്കും? മുഴുവൻ വിറ്റാലും തീരുകയില്ല. ഇതുവരെ ഒരു കിടപ്പാടമില്ല, അത് പട്ടിണിപ്പാവം, വാടക കൊടുക്കാൻ മാർഗമില്ല. എന്തു ചെയ്യും? എല്ലാം നശിച്ചു. എങ്ങനെ ജീവിക്കും? നാളെ പുലർന്നാൽ എങ്ങനെ ജീവിക്കും? ഇന്നത്തെ ദിവസം കഴിഞ്ഞു, ശരി. ഈ രാത്രി തീർന്നാൽ നേരം പുലർന്നാൽ എങ്ങനെ ജീവിക്കും? രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെയും അറ്റുപോയി. എല്ലാം വളരെ നാളായി സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെ. പ്രിയപ്പെട്ടവരെ, ആ വാക്യം കാണാതെ പിടിക്കേണ്ട വാക്യമാണെന്ന് എനിക്ക് തോന്നുന്നു. വളരെ നാളായി സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും. വായിക്കൂ, വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ടിരിക്കിയാൽ ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെയും അറ്റുപോയി. എല്ലാ പ്രതീക്ഷയും നശിച്ചു, സകല ആശയും നശിച്ചു. അതുപോലുള്ള അവസ്ഥയിലിരിക്കുന്നത് ആരെങ്കിലും ഈ വാക്കുകൾ കേൾക്കുന്നുണ്ടോ? ആശ മുഴുവനും നശിച്ചു, പ്രതീക്ഷയെല്ലാം അസ്തമിച്ചു, സകല വാതിലും അടഞ്ഞു, മുന്നോട്ടൊരു ഗതിയും കാണുന്നില്ല. എല്ലാം പ്രതിസന്ധികൾ തന്നെ. സകലരും എതിരാളികൾ, സകലരും ആക്രമിക്കാൻ ഉത്സുകരായി നിൽക്കുന്നു, സകലരും ശത്രുക്കൾ. നല്ല വാക്ക് പറയാൻ ആരുമില്ല, ഒരു മധുരവാക്ക് പറയാൻ ആരുമില്ല, ഒരു സാന്ത്വന വാക്ക് പറയാൻ ആരുമില്ല, ഒരു നല്ല വാക്ക് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ആരുമില്ല, ഒന്ന് കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ ആരുമില്ല. എൻ്റെ ദൈവമേ, രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെയും അറ്റുപോയി. അടുത്ത വാക്യം, അവർ വളരെ പട്ടിണി കിടന്ന ശേഷം പൗലോസ് അവരുടെ നടുവിൽ നിന്നുകൊണ്ട് പറഞ്ഞത്, പുരുഷന്മാരെ, എൻ്റെ വാക്കനുസരിച്ച് ക്രേത്തയിൽ നിന്ന് നീക്കാതെയും ഈ കഷ്ടനഷ്ടങ്ങൾ സമ്പാദിക്കാതെയും ഇരിക്കേണ്ടതായിരുന്നു. എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടിരിപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. പൗലോസ് പറഞ്ഞു, ഒരാൾ ആ കപ്പലിലുണ്ടായിരുന്നു, പ്രത്യാശയുള്ള ഒരാൾ. 276 പേരിൽ 275 പേരും പ്രത്യാശ പോയി. പക്ഷേ ഒരാൾക്ക് പ്രത്യാശ ഉണ്ടായിരുന്നു, അത് പൗലോസ്ലീഹായ്ക്കാണ്. അപ്പോസ്തലനായ പൗലോസിന് പ്രത്യാശ ഉണ്ടായിരുന്നു, നല്ല ധൈര്യം, നല്ല ഉറപ്പ്. എന്താണ് ഈ ധൈര്യം? അതിന് രഹസ്യമുണ്ട്. എന്താ രഹസ്യം? അടുത്ത വാക്യം വായിക്കുമ്പോൾ കാണാം. കപ്പലിന് അല്ലാതെ നിങ്ങളിൽ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നതിനുമായ ദൈവത്തിന്റെ ദൂതൻ, ഞാൻ സേവിച്ചു വരുന്നതിനുമായ യഹോവയുടെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്നു. ഞാൻ എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനും. എന്തൊരു പ്രാഗൽഭ്യമാണ്! എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ എൻ്റെ ദൈവം ഈ രാത്രിയിൽ തൻ്റെ ദൂതനെ എൻ്റെ അടുക്കലേക്ക് പ്രത്യേകം ചട്ടം കെട്ടി അയച്ചിരുന്നു. എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നതിനുമായ യഹോവ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്നു. പൗലോസേ, ഭയപ്പെടരുത്. നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെ ഒക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്ന 275 പേരെയും
ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു. ഇവരാർക്കും കേടുവരികയില്ല. നിൻ്റെ കൂടെയുള്ളവർക്ക് ആർക്കും കേടുവരികയില്ല. നിൻ്റെ കൂടെ ഈ യാത്ര ചെയ്യുന്നവർ ഇപ്പോൾ നിരാശരാണെങ്കിലും, ഇപ്പോൾ മനസ്സ് മടുത്തവരാണെങ്കിലും, ഇപ്പോൾ നിരാശപ്പെട്ട് ആഹാരം കഴിക്കാതിരിക്കുന്നവരാണെങ്കിലും, അവർ പട്ടിണി കിടക്കുകയാണെങ്കിലും, മരിക്കും എന്നുള്ള പ്രതീക്ഷയോടിരിക്കുന്നവരാണെങ്കിലും പേടിക്കേണ്ട. അവർക്കാർക്കും ഒരു കേടും വരികയില്ല. ഇന്ന് നിരാശപ്പെട്ടിരിക്കുന്ന നിൻ്റെ കൂടെയുള്ള ആർക്കും ഒരു കേടും വരികയില്ല. ഇന്ന് നിരാശയിലും, ഇന്ന് ആകുലത്തിലും, ഇന്ന് പരിഭ്രാന്തിയിലും മനസ്സ് തളർന്നിരിക്കുന്ന ഈ നിൻ്റെ കൂടെയുള്ളവർക്കാർക്കും ഒരു കേടും വരികയില്ല. പൗലോസേ, ഭയപ്പെടരുത്, അവരെല്ലാവരെയും ഞാൻ നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു. അടുത്ത വാക്യം: അതുകൊണ്ട് പുരുഷന്മാരെ, ധൈര്യത്തോടിരിപ്പിൻ. എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു വാക്ക് ശ്രദ്ധിക്കൂ. എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. ഒരു വിശ്വാസി അവിടെ ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, നിങ്ങൾക്ക് വിശ്വസിക്കാമോ നിങ്ങൾക്കൊരു നല്ല നാളെ കിട്ടുമെന്ന്? നിങ്ങൾക്ക് വിശ്വസിക്കാമോ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം നന്മയ്ക്കാക്കി മാറ്റി തീർക്കുമെന്ന്? നിങ്ങൾക്ക് വിശ്വസിക്കാമോ നിങ്ങളുടെ ഇന്നത്തെ ഈ രോഗം മാറുമെന്ന്? നിങ്ങൾക്ക് വിശ്വസിക്കാമോ ഇന്ന് നിങ്ങളുടെ ഈ കടത്തിൻ്റെ ബാധ്യത തീരുമെന്ന്? നിങ്ങൾക്ക് വിശ്വസിക്കാമോ ഇന്നത്തെ എതിർപ്പുകളും പോരാട്ടങ്ങളും മാറുമെന്ന്? നിങ്ങൾക്ക് വിശ്വസിക്കാമോ ഇന്നത്തെ പ്രതിസന്ധികൾക്കൊരു പരിഹാരം ഉണ്ടാകുമെന്ന്? നിങ്ങൾക്ക് വിശ്വസിക്കാമോ ഇന്നത്തെ മാനസിക ക്ലേശങ്ങൾക്കൊരു അറുതി വരുമെന്ന്? നിങ്ങൾക്ക് വിശ്വസിക്കാമോ നിങ്ങളുടെ മക്കൾ നല്ല നിലയിലായി തീരുമെന്ന്? അവരുടെ സ്വഭാവം നന്നായി വരുമെന്ന്? അവർക്കൊരു ശോഭനമായ ഭാവി കിട്ടുമെന്ന്? അവരുടെ ജീവിതത്തിൽ നല്ല ഐശ്വര്യമായ ഭാവിയിലേക്ക് അവർ വളർന്നു വരുമെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാമോ? ഇന്ന് വിശ്വസിക്കാൻ തക്കവണ്ണമുള്ള തെളിവൊന്നുമില്ല. സൂര്യനെ കാണുന്നില്ല, നക്ഷത്രങ്ങളെ കാണുന്നില്ല, രാവും പകലും വ്യത്യാസമില്ല. എല്ലാം കൂരിരുട്ട് തന്നെ, എല്ലാം കരിനിഴൽ തന്നെ. മേഘമുണ്ട്, കൂരിരുട്ടുണ്ട്, ഒപ്പം കൊടുങ്കാറ്റുമുണ്ട്. ഒരാശയ്ക്കും അത് കാണുന്നില്ല. എസ്കേൽ കണ്ടു, കൊടുങ്കാറ്റ് കണ്ടു, മേഘം കണ്ടു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. കൊടുങ്കാറ്റ് കണ്ടു, മേഘം കണ്ടു. രണ്ട് ദർശനങ്ങൾ, അത് രണ്ടും പ്രയാസമുള്ളവയാണ്, രണ്ടും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. എന്നാൽ ആ സമയത്ത് തന്നെ വീണ്ടും കാണുന്നു, ഒരു തേജസ്സിൻ്റെ മിന്നൽ കാണുകയാണ്. നമുക്ക് വായിക്കാം. എസ്കേൽ 1-ാം വാക്യം: ഞാൻ നോക്കിയപ്പോൾ വടക്ക് നിന്നൊരു കൊടുങ്കാറ്റും വലിയൊരു മേഘവും പാളിക്കത്തുന്ന തീയും വരുന്നത് കണ്ടു. പാളിക്കത്തുന്ന തീയും വരുന്നത് കണ്ടു. ആദ്യം കൊടുങ്കാറ്റ്, പിന്നെ മേഘം, പാളിക്കത്തുന്ന തീയെ വരുന്നത് കണ്ടു. ഏതാണ് ഈ തീയ്? പൗലോസ്ലീഹായ്ക്ക് ധൈര്യം കൊടുത്ത തീ ഏതാണ് ഈ തീയ്? സ്നേഹിതരെ, അത് ദൈവത്തിൻ്റെ വചനമാണ്. വചനം ക്രിസ്തുവാണ്, വചനം ദൈവമാണ്. ജീവനുള്ള ക്രിസ്തു വെളിപ്പെടുകയാണ്, ക്രിസ്തു വചനമായി വെളിപ്പെടുകയാണ്. ഇപ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങളിത് കേൾക്കുമ്പോൾ നിങ്ങളുടെ അരികത്ത് വചനമാകുന്ന ക്രിസ്തു വന്നിരിക്കുകയാണ്. നിങ്ങളിത് എവിടെ ഇരുന്നുകൊണ്ട് കേൾക്കുന്നോ അവിടെ നിങ്ങളുടെ അരികത്തേക്ക് വചനമായ ക്രിസ്തു വെളിപ്പെടുകയാണ്. നിങ്ങൾ കേൾക്കുമ്പോൾ ഈ വചനം നിങ്ങളുടെ കാതുകളിൽ കൂടി കേൾക്കുന്നു, അത് നിങ്ങളുടെ ഹൃദയഭിത്തികൾ വന്ന് അലിയടിക്കുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ അരികത്ത് ക്രിസ്തു വന്നിരിക്കുകയാണ്. പാളിക്കത്തുന്നത് ഈ നിങ്ങളുടെ അരികത്തേക്ക് വന്നിരിക്കുകയാണ്. മകനെ, നിൻ്റെ ജീവിതത്തിൽ കൊടുങ്കാറ്റുണ്ട്. മകളെ, നിൻ്റെ ജീവിതത്തിൽ കരിനിഴലുണ്ട്. നിൻ്റെ ജീവിതത്തിൽ മേഘത്തിൻ്റെ കരിനിഴൽ വീശുന്നുണ്ട്. നിൻ്റെ ജീവിതത്തിൽ ഇരുളാണ്. ഇന്ന് നിനക്ക് നിരാശയാണ്, ഇന്ന് നിനക്ക് ആകുലമാണ്, ഇന്ന് നിനക്ക് ആവലാതിയാണ്, ഇന്ന് നിനക്ക് രോഗമാണ്. എന്നാൽ ഇതാ പാളിക്കത്തും തീയ് പിന്നാലെ വരികയാണ്. പാളിക്കത്തും തീയ് നിൻ്റെ അരികത്ത് വരികയാണ്. അത് വചനത്തിൻ്റെ വെളിച്ചമാണ്, വചനത്തിൻ്റെ പ്രകാശനമാണ്, അത് വചനത്തിൻ്റെ ശോഭയാണ്, വചനത്തിൻ്റെ ദീപ്തിയാണ്, വചനത്തിൻ്റെ തീയാണ്, വചനത്തിൻ്റെ ആത്മാവാണ്. അത് നിൻ്റെ അരികത്ത് വന്ന് മിന്നുകയാണ്. പാളിക്കത്തുന്ന തീയ്. ദൈവത്തിന് സ്തോത്രം. കൊടുങ്കാറ്റ്, കരിനീഴൽ വീഴ്ചുന്ന മേഘം, എന്നാൽ അതിനപ്പുറത്തിത് പാളിക്കത്തുന്ന തീയ് നീ കാണുകയാണ്. ദൈവത്തിന് സ്തോത്രം. വചനത്തിൻ്റെ തീ നിന്നെ സമീപിക്കുകയാണ്. വചനത്തിൻ്റെ തീ അതേതാണ്? അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. നമുക്ക് മർക്കോസിന് സുവിശേഷത്തിലേക്ക് വരാം. മർക്കോസിന് സുവിശേഷത്തിൽ ഒരു ഭാഗമുണ്ട്. കർത്താവായ യേശു ക്രിസ്തു കൊടുങ്കാറ്റിന് മധ്യത്തിൽ തൻ്റെ പ്രിയപ്പെട്ടവരെ തിരക്കി വരികയാണ്. മർക്കോസിന് സുവിശേഷം 6-ാം 45-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ കാണാം, കർത്താവ് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും പടകേറി അക്കരയ്ക്ക് പോയിക്കൊള്ളൂ. കർത്താവ് തിരികെ മലയിലേക്ക് കയറിപ്പോയി. ശിഷ്യന്മാരുടെ കൂടെ കർത്താവ് പോയില്ല. അവർ പടകേറി അക്കരയ്ക്ക് പോവുകയാണ്. ബേത്സയിദയ്ക്ക് നേരെ അവർ പടകേറി പോവുകയാണ്. ഗലീല കടലിൽ അപ്പുറത്ത് ബേത്സയിദയാണ്,
കർത്താവ് അപ്പുറത്തേക്ക് വയ്ക്കുള്ള ശിഷ്യന്മാരോട് പറഞ്ഞു. അവരങ്ങോട്ട് പോവുകയാണ്. അവർക്ക് ശുഭപ്രതീക്ഷയുണ്ട്. ഈ ബേസൈദ അത് അനുഗ്രഹത്തിൻ്റെ ഒരു പ്രദേശമാണ്. കർത്താവ് ചെന്നപ്പോൾ ഒരിക്കലും ബേസൈദയിൽ ചെന്നപ്പോൾ അവിടെ വെച്ച് 5 അപ്പവും 2 മീനും കൊണ്ട് 5000-ലേറെ പുരുഷന്മാർ നിറഞ്ഞ മഹാസഹസിന് ആഹാരം കൊടുത്തു. വലിയ പോഷണമുണ്ടായി, വലിയ വലിയ നിറവുണ്ടായി. ആഹാരം നിറവടിയായി ലഭിക്കത്തക്കവണ്ണം 5 അപ്പവും 2 ചെറുമീനും കൊണ്ട് കർത്താവ് വീര്യം പ്രവർത്തിച്ചു. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ദേശമാണ്. ആ ദേശത്തെ ജനം ആവേശഭരിതരായിരിക്കുകയാണ്. അതിന് പുറമേ അടുത്ത പ്രാവശ്യം കർത്താവ് ചെന്നപ്പോൾ ഒരു കുരുടനെ കൊണ്ടുവന്നു. ആ കുരുടന് ബേസൈദയിൽ കണ്ണുകാഴ്ച കിട്ടി. ബേസൈദ അനുഗ്രഹത്തിൻ്റെ ദേശമാണ്. അവിടെ ആവേശഭരിതരായി ജനം തടിച്ചുകൂടും, ആയിരക്കണക്കിന് ജനം കൂടും. യേശു എവിടെയുണ്ട് എന്നറിഞ്ഞ് അങ്ങോട്ട് ഓടുവാൻ തയ്യാറായി നിൽക്കുകയാണ്. അവസരം ആർത്തരും ബലഹീനരുമായ ആതുരരായ ജനങ്ങളെല്ലാം യേശു എവിടെയുണ്ട് എന്ന് അന്വേഷിച്ച് നടക്കുന്ന സ്ഥലമാണ് ബേസൈദ. അങ്ങോട്ടാണ് അവർ പോകുന്നത്. അവർ പ്രതീക്ഷയോടെയാണ് പോകുന്നത്. അവർ നല്ല ശുഭപ്രതീക്ഷയോടെയാണ് ചെല്ലുന്നത്. യേശു കൂടെ ഇല്ലെങ്കിലും യേശു ശിഷ്യന്മാരല്ലേ, നല്ല സ്വീകരണം കിട്ടും, നല്ല സ്വാഗതം ലഭിക്കും എന്നുള്ള നല്ല പ്രതീക്ഷ അവരുടെ ഹൃദയത്തിലുണ്ട്. അങ്ങനെ പോകുമ്പോഴാണ് ഏതാണ്ട് സന്ധ്യയോടടുത്തപ്പോൾ നടുക്കടലിലെത്തിക്കഴിഞ്ഞിരിക്കുന്നു. സന്ധ്യയോടടുത്തു, പടക് നടുക്കടലിലെത്തി. പ്രിയപ്പെട്ടവരെ, കൊടുങ്കാറ്റ് ഒപ്പം നിരാശ, കൊടുങ്കാറ്റ് ഒപ്പം മേഘം. അപ്പോഴുണ്ട് ഇതാ പാളിക്കത്തുന്ന തീ വരുന്നു. ദൈവത്തിന് സ്തോത്രം. ആ കൂരിരുട്ടിൽ ഒരു വെളിച്ചം പോലെ വെളിച്ചമായി ഇതാ ഒരാൾ വരുന്നു. ഇതെന്താ ഇത് അർദ്ധരാത്രിക്ക് ഒരാൾ രൂപത്തിൽ വെളിച്ചം വരുന്നത്? ആൾ രൂപത്തിലാണ് വെളിച്ചം. വെളിച്ചമാണ്, ഏതാണ്ട് ഒരാൾ രൂപം. അവർ പേടിച്ചു പോയി. ഏതോ ഭൂതമോ പ്രേതമോ എന്താണാവോ, അവർ ഭയന്നുപോയി. ദുർഭൂതങ്ങൾ ഏതോ ആണ് വരുന്നത്. അല്ലെങ്കിൽ രാത്രി ഒരു മനുഷ്യാകൃതിയുണ്ട്, മനുഷ്യൻ്റെ ആകൃതിയുണ്ട്, പക്ഷേ വെളിച്ചമാണ്. മുഴുവൻ നല്ല തീ പോലുള്ള വെളിച്ചം. അവരത്ഭുതത്തോടെ നോക്കി, പേടിച്ചു പോയി, ഞെട്ടി വിറയ്ക്കുകയാണ്. ഭൂതം അവരെ പേടിച്ചു വിറച്ചു, നിലവിളിച്ചു. നടുക്കടലിൽ മുങ്ങാൻ പോവുകയാണ്. ഇപ്പോൾ ഇതാ ഭൂതബാധയും വന്നിരിക്കുന്നു. എന്തു ചെയ്യും? കൂലിന്മേൽ കുരു എന്നതുപോലെ അവർ വലഞ്ഞുപോയി. ദൈവത്തിന് സ്തോത്രം. വായിക്കാം 48-ാം വാക്യം മുതൽ. കാറ്റ് പ്രതികൂലമാകൊണ്ട് അവർ തണ്ടുവലിച്ച് വലയുന്നത് അവൻ കണ്ടു. ഏകദേശം രാത്രി 4 യാമത്തിൽ കടലിന്മേൽ നടന്നു. കടലിന്മേൽ നടന്ന് യേശു വരികയാണ്. തിരമാലകൾ ഇങ്ങനെ ആർത്തിരമ്പി ഉയരുന്നു. തിരമാലകൾ പൊങ്ങി ഉയരുകയാണ്. ഇതാ തിരമാലകളുടെ മീതെ ഈ തേജോരൂപിയായ യേശു, അവിടുന്ന് ഈ പാളിക്കത്തുന്ന തീയായ യേശു അവിടുന്ന് തിരമാലകളുടെ മീതെ പൊങ്ങുന്നു. തിരമാല താഴുമ്പോൾ താഴുന്നു, തിരമാല പൊങ്ങുമ്പോൾ പൊങ്ങുന്നു. അങ്ങനെ യേശു ഇതാ തിരമാലകളുടെ മീതെ ഒരു കേടും വരാതെ നടന്നു വരികയാണ്. ദൈവത്തിന് സ്തോത്രം. കാറ്റ് പ്രതികൂലമാകുന്നു. അവർ തണ്ടു വലിച്ച് വലയുന്നു. നേരം വെളുക്കാറായിരിക്കുന്നു. വെളുപ്പാങ്കാലം വരെയും തണ്ടു വലിച്ച് വലഞ്ഞിരിക്കുകയാണ്. ക്ഷീണിതരായി തളർന്ന് വിവശരായിരിക്കുകയാണ്. അപ്പോഴാണ് എന്തുണ്ടായത്? അവൻ കടൽമേൽ നടക്കുന്നത് കണ്ടു. ഭൂതമെന്നവർ നിരൂപിച്ചു, നിലവിളിച്ചു. എല്ലാവരും അവനെ കണ്ട് ഭ്രമിച്ചിരുന്നു. ഉടനെ അവൻ അവരോട് സംസാരിച്ചു. ധൈര്യപ്പെടുവിൻ, ഞാൻ തന്നെ ആകുന്നു, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. പിന്നെ അവൻ അവരുടെ അടുക്കൽ ചെന്നു. പടകിൽ കയറി. കാറ്റ് അമർന്നു. അവർ ഉള്ളിൽ അത്യന്തം ഭ്രമിച്ചു, ആശ്ചര്യപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പറഞ്ഞു, പേടിക്കണ്ട, നിങ്ങൾ പേടിക്കണ്ട, ഞാൻ തന്നെയാണ്, ഞാനാകുന്നവൻ ഞാനാകുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ തന്നെയാണ്, പേടിക്കണ്ട. നിങ്ങളുടെ അരികത്തേക്ക് ഈ പ്രയാസന സമയത്ത് വരുന്നത് ഞാൻ തന്നെയാണ്. നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങളുടെ ജീവിതത്തോടെ തീരാൻ പോവുകയല്ല. ഇനിയും നിങ്ങളെക്കൊണ്ട് ചില ശുശ്രൂഷകളൊക്കെ ചെയ്യിക്കാനുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങളെക്കൊണ്ട് ചെയ്യിക്കാനുണ്ട്. വൻ കാര്യങ്ങൾ നിങ്ങളെക്കൊണ്ട് നിവർത്തിക്കാനുണ്ട്. നിങ്ങളിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ അത്ഭുതങ്ങൾ ചെയ്യാനുണ്ട്. ഞാൻ തന്നെയാകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. യേശു പടകിൽ കയറി. ദൈവത്തിന് സ്തോത്രം. കാറ്റമർന്നു. പ്രിയപ്പെട്ടവരെ, ഈ കൊടുങ്കാറ്റമർത്താൻ ശക്തിയുള്ളവൻ നിങ്ങളുടെ അരികത്തേക്ക് വരികയാണ്. അവനിതാ നിങ്ങളുടെ സമീപത്ത് വന്നിരിക്കുകയാണ്. പാളിക്കത്തുന്ന തീതാ ഈ കൊടിയ യാതനയുടെയും വേദനയുടെയും മധ്യത്തിൽ, പ്രതിസന്ധിയുടെയും പ്രശ്നത്തിൻ്റെയും മധ്യത്തിൽ, ഊരാക്കുരുക്കിൻ്റെ മധ്യത്തിൽ, ഇനി തലവെക്കുകയില്ല എന്ന് വിചാരിക്കുന്ന നിരാശകരമായ സാഹചര്യത്തിൻ്റെ മധ്യത്തിൽ നിങ്ങളുടെ അരികത്തേക്ക് വന്നിരിക്കുകയാണ്. ഇനി ഞാൻ എഴുന്നേൽക്കുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന മാന്യ സ്നേഹിത, നിൻ്റെ അരികത്തേക്ക് യേശു വന്നിരിക്കുകയാണ്. ഇനി എനിക്കൊരു ഭാവിയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന പ്രിയ സഹോദരി, നിന്റെ അരികിലേക്ക് യേശു വന്നിരിക്കുകയാണ്. ഇനി മരണമല്ലാതെ ഗതിയില്ല, ആത്മഹത്യയല്ലാതെ പോംവഴിയില്ല എന്ന് പറഞ്ഞ് നിരാശയോടിരിക്കുന്ന ബഹുമാന്യ സുഹൃത്തെ, നിന്റെ അരികിലേക്ക് യേശു വന്നിരിക്കുകയാണ്. യേശുവിൻ്റെ അരികത്ത് വന്നിട്ട് ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവനിതാ നിന്റെ ജീവിത പടകിലേക്ക് കയറുകയാണ്. അവൻ നിന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരികയാണ്. അവൻ നിന്റെ ഹൃദയത്തിൽ വന്ന് അവിടെ അവൻ കാലൂന്നി നിൽക്കുകയാണ്. ഉടനെ കാറ്റമരുകയാണ്. അവൻ വന്നാൽ കാറ്റമരും. അവൻ വന്നാൽ കൊടുങ്കാറ്റുകൾ
ശാന്തമാകും. അവൻ വന്നാൽ തിരമാലകൾ അടങ്ങും. അവൻ വന്നാൽ ചുഴലിക്കാറ്റുകൾ പ്രശാന്തമാകും. അവൻ വന്നാൽ ദൈവവൈദ്യലയത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. അവൻ വന്ന് നിന്റെ ജീവിതത്തിൽ കാലൂന്നി നിന്നാൽ നിന്റെ ജീവിതത്തിലെ കൊടുമ്പിരിക്കൊണ്ട പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ലഭിക്കും. വിശ്വസിക്കൂ, യേശുവിനെ നീ സ്വീകരിക്കൂ, യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിന്നെ കൊടുക്കൂ. യേശു നിനക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചവനാണ്, ക്രൂസിന്മേൽ കൊടുങ്കാറ്റേറ്റവനാണ്, പൈശാചികന്റെ കൊടുങ്കാറ്റേറ്റ് ക്രൂസിന്മേൽ കിടന്നുകൊണ്ട് നിലവിളിച്ചവനാണ്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് പറഞ്ഞ് ക്രൂസിന്മേൽ കരഞ്ഞവനാണ്. യേശുവിനെ നീ സ്വീകരിക്കൂ, യേശുവിനെ വിളിക്കൂ, യേശുവിൻ്റെ ഭാഗത്തിൽ നീ വീഴൂ, യേശുവിനോട് വാക്ക് പറയൂ. എൻ്റെ യേശുവേ, നീ എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചതിനാൽ ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. എൻ്റെ യേശുവേ, നീ എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചതിനാൽ ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. യേശുവിനോട് പറയുവീൻ, യേശുവേ, നീ എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചതിനാൽ ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനേ, മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹീത നിമിഷങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടെ തിരുവചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വചനം കേട്ടില്ലവരെയും അനുഗ്രഹിക്കണമേ. രോഗത്താൽ ബന്ധിതരായവരെ വിടുവിക്കണമേ. ഭാരങ്ങളും ആകുലങ്ങളുമായി മനസ്സ് ശാന്തമാകാതെ സ്വസ്ഥതയില്ലാതെ അഴിലുന്നവർക്ക് ശാന്തിയും സമാധാനവും നൽകണമേ. കുടുംബ സമാധാനം അയക്കണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ.